ഹലോ, എല്ലാവർക്കും റമദാൻ മുബാറക്. ഇന്ന് ഇഫ്താറിന് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഒരു പാൻ ചൂടാക്കുക, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കളറൊന്നും മാറി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും മല്ലിയില കറിവേപ്പില കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക. ഇതിലേക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. 1 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്ററിൻ്റെ പകുതി പോർഷൻ മാത്രം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന മസാല ആഡ് ചെയ്ത് കൊടുക്കാം. മസാല മുഴുവനായിട്ട് ആഡ് ചെയ്യേണ്ട, കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 2 മുട്ട ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് ഇതിലേക്ക് ബാക്കി വെച്ചിരിക്കുന്ന മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മസാല ആഡ് ചെയ്തതിന് ശേഷം 1/2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരിക്കുന്ന ബാക്കി മാവ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഒരു സൈഡൊന്ന് കുക്കായി കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതൊന്ന് തിരിച്ചിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് പോള റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.